ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. രാജ്യത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിഷ്പക്ഷവും സുതാര്യവും ആയിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2024 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ സമ്മാനിക്കുകയായിരുന്നു രാഷ്ട്രപതി. നാടിന്റെ നന്മ മുൻനിർത്തിയായിരിക്കണം ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കേണ്ടതെന്നും ശ്രീമതി മുർമു പറഞ്ഞു. വിവിധ വിഭാഗങ്ങളിലായി 45 പുരസ്കാരങ്ങളാണ് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്ന് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ പഞ്ചായത്തും കിലയും പുരസ്കാരം ഏറ്റുവാങ്ങി. യുവതലമുറയാണ് രാജ്യത്തിന്റെ ശക്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തൺ മത്സരാർത്ഥികളുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള ശരിയായ പാതയിലൂടെയാണ് രാജ്യം സഞ്ചരിക്കുന്നത്. 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യയെക്കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവരാണ് ഇന്നത്തെ യുവതലമുറയെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തെ 51 കേന്ദ്രങ്ങളിലായാണ് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തൺ ഗ്രാൻഡ് ഫിനാലെ നടന്നത്. കേരളത്തിൽ നിന്നും കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഹാക്കത്തണിന് വേദിയായി. റെയിൽവേ ഭേദഗതി ബിൽ 2024 ലോക്സഭ പാസാക്കി. ശബ്ദ വോട്ടോടെയാണ് ബിൽ പാസാക്കിയത്. ദുരന്ത നിവാരണ ഭേദഗതി ബിൽ 2024 ലോക്സഭയിൽ ചർച്ചയ്ക്കെടുത്തു. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ ഇന്ന് തടസ്സപ്പെട്ടിരുന്നു. വടകര, തലശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഷാഫി പറമ്പിൽ MP റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് നിവേദനം നൽകി. വൈകിട്ട് തലശ്ശേരി ഭാഗത്തേക്ക് പുതിയ പാസഞ്ചർ ട്രെയിനുകളോ മെമു സർവീസോ ആരംഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 2030 രാജ്യത്തെ ഏറ്റവും മികച്ച ജൈവ വൈവിധ്യ സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള ജനകീയ പദ്ധതികൾ നടപ്പിലാക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2022 ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾ തിരുവനന്തപുരത്ത് സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി ജൈവ വൈവിധ്യ സംരക്ഷണം മുൻനിർത്തിയുള്ള വികസന കാഴ്ചപ്പാടാണ് സർക്കാർ നടപ്പിലാക്കി വരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രമേഹ ബാധിതരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കാൻ ആരോഗ്യവകുപ്പ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. പ്രമേഹ രോഗചികിത്സയിൽ റോഡ് മാപ്പ് തയ്യാറാക്കാൻ അന്താരാഷ്ട്ര കോൺക്ലേവ് സംഘടിപ്പിക്കും. പ്രമേഹ രോഗചികിത്സയിൽ നൂതന സംവിധാനങ്ങളും ചികിത്സാ രീതികളും പരിചയപ്പെടുത്തുകയാണ് കോൺക്ലേവിന്റെ ലക്ഷ്യം. തന്തൈ പെരിയാർ സ്മാരകവും പെരിയാർ ഗ്രന്ഥശാലയും തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ നാളെ വൈക്കത്ത് ഉദ്ഘാടനം ചെയ്യും. വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിന് അധ്യക്ഷത വഹിക്കും. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വൈക്കം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും നാളെ രാവിലെ 9 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കൊച്ചി വിമാനത്താവളത്തിൽ ഇന്ന് രാവിലെ എത്തിയ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് എറണാകുളം കളക്ടറുടെ നേതൃത്വത്തിൽ ഊഷ്മള സ്വീകരണം നൽകിയിരുന്നു. ശബരിമലയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയ ബഹുഭാഷാ മൈക്രോ സൈറ്റുമായി വിനോദസഞ്ചാര വകുപ്പ്. സൈറ്റിന്റെ ഉദ്ഘാടനം മന്ത്രി P.A. മുഹമ്മദ് റിയാസ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, കന്നഡ, തെലുങ്ക് ഭാഷകളിലെ വിവരങ്ങളാണ് സൈറ്റിലുള്ളത്. 29ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് മറ്റന്നാൾ തിരുവനന്തപുരത്ത് തിരിതെളിയും. വൈകിട്ട് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. അഭിനയ രംഗത്ത് 50 വർഷം തികയ്ക്കുന്ന നടി ഷബാന ആസ്മിയെ ഉദ്ഘാടന ചടങ്ങിൽ ആദരിക്കും. ഈ മാസം 20 വരെയാണ് മേള. IFFKയുടെ ഭാഗമായി മൺമറഞ്ഞ ചലച്ചിത്ര പ്രതിഭകൾക്ക് ആദരമർപ്പിച്ച് സ്മൃതി ദീപ പ്രയാണം നാളെ സംഘടിപ്പിക്കും. രാവിലെ നെയ്യാറ്റിൻകര മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിക്കുന്ന പ്രയാണം വൈകിട്ട് മാനവീയം വീഥിയിൽ സമാപിക്കും. JC ഡാനിയൽ, PK റോസി, പ്രേം നസീർ, സത്യൻ, നെയ്യാറ്റിൻകര കോമളം എന്നിവരുടെ സ്മൃതി മണ്ഡപങ്ങളിൽ ആദരമർപ്പിച്ചായിരിക്കും പ്രയാണം. ഫിഡെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ 13ാം മത്സരവും സമനിലയിൽ. ഇന്ത്യയുടെ D ഗുകേഷും ചൈനീസ് താരം ഡിങ് ലിറനും 6.5 പോയിന്റ് വീതം നേടി. നാളെ നടക്കുന്ന ഫൈനൽ മത്സരം ജയിക്കുന്ന താരം ഫിഡെ ലോക ചെസ് ചാമ്പ്യനാകും. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി സംഘടിപ്പിക്കുന്ന സർവഭാഷാ കവി സമ്മേളനത്തിൽ മലയാളത്തിൽ നിന്ന് കവി മാധവൻ പുറച്ചേരി പങ്കെടുക്കും. അടുത്ത മാസം 19 മുംബൈയിൽ നടക്കുന്ന കവി സമ്മേളനത്തിന്റെ ശബ്ദലേഖനം ജനുവരി 25 ദേശീയ തലത്തിൽ ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. 22 ഭാഷകളെ പ്രതിനിധീകരിച്ച് കവികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. കൊച്ചിയിൽ അടുത്ത മാസം നടക്കുന്ന അന്താരാഷ്ട്ര ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവിന്റെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി വീഡിയോ റീൽസ് മത്സരം സംഘടിപ്പിക്കുമെന്ന് മന്ത്രി R. ബിന്ദു. ഏറ്റവും മികച്ച 5 വീഡിയോകൾക്ക് 10,000 രൂപ വീതവും പ്രശസ്തി പത്രവും സമ്മാനിക്കും. വയനാട് ഉരുൾപൊട്ടൽ ബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് KSEB ജീവനക്കാർ സമാഹരിച്ച 10 കോടി രൂപയുടെ ചെക്ക് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി കൈമാറി. 2 ഗഡുക്കളായി 20 കോടി രൂപയാണ് KSEB ഇതുവരെ നൽകിയിട്ടുള്ളത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.